Hi friends, welcome to Lal Brothers Media. കീമിന്റെ ഫിസിക്സ് 2012 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയ ഫിസിക്സിലെ രണ്ട് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, two particles A and B of same mass have their de Broglie wavelength in the ratio XA is to XB equal to K is to 1. Their potential energies UA is to UB is equal to 1 is to K square. The ratio of their total energies. അപ്പോൾ ടോട്ടൽ എനർജി ആണ് പിടിക്കേണ്ടത്. തന്നിട്ടുള്ള ഡി ബ്രോഗ്ലി വേവ്ലെങ്തിന്റെ റേഷ്യോ പറയുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പറയുന്നുണ്ട്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇനി എന്ത് കാണണം? കൈനറ്റിക് എനർജി കാണണം. ഈ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് തന്നിട്ടുള്ളത് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. അപ്പൊ ഈ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് പഠിക്കുമ്പോൾ അതിന്റെ ഫോർമുലാസ് എന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? എച്ച് ബൈ എം ബി അല്ലെങ്കിൽ എച്ച് ബൈ എന്താണ്? മൊമെന്റം, മാസിന്റെ വെലോസിറ്റി മൊമെന്റം, ഒരു ഫോർമുല. ഇത് നമ്മൾ വീണ്ടും രണ്ടു ഫോർമുല ആക്കും. ഒന്ന് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി പറയും. അതെങ്ങനെയാണ്? എച്ച് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. അടുത്ത ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ പറയും. പൊട്ടൻഷ്യൽ, ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ പറയുമ്പോൾ എച്ച് ബൈ റൂട്ട് ഓഫ് 2m ഇ വി. ഈ വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. ഈ വി എന്ന് പറഞ്ഞ വെലോസിറ്റി, ഈ ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്രയാണ് ഡി ബ്രോഗ്ലി ബന്ധപ്പെട്ട ഇക്വേഷൻസ് കേട്ടോ. ഇത്ര അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഇക്വേഷനാണ്, ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ റേഷ്യോ ഉണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ റേഷ്യോ ആണെങ്കിൽ യു എ ബൈ യു ബി, യു എ ഈസ് ടു യു ബി, എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി എന്നല്ലേ. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ റേഷ്യോ എന്താ? 1 ഈസ് ടു കെ സ്ക്വയർ. അപ്പൊ 1 ബൈ കെ സ്ക്വയർ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? യു എയുടെ വാല്യൂ 1 ആണെങ്കിൽ യു ബി എന്തായിരിക്കും? കെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ യു എ എത്ര എടുത്തു? 1 എന്ന് എടുക്കുന്നു. വേണമെങ്കിൽ 1x എന്ന് എടുക്കാം, 1y എന്ന് എടുക്കാം, അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ ജസ്റ്റ് 1 മാത്രം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ യു ബി എന്തായിരിക്കും? കെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക? കെ സ്ക്വയർ എക്സ് എന്ന് എടുക്കാം. അതാ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഇനി നമ്മുടെ എന്ത് വന്നിട്ടുണ്ട്? വേവ് വന്നിട്ടുണ്ട്, വേവ് ലെങ്ത്. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ എടുക്കുകയാണേ. നമ്മൾ ആ ഇക്വേഷൻ എടുക്കുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് ബൈ റൂട്ട് ഓഫ് 2m കെ. ഇവിടെ നോക്കി, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ട്, വേരിയബിൾ അല്ല. 2 കോൺസ്റ്റന്റ്, എം മാസ് കോൺസ്റ്റന്റ്. അതായത് ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? കൈനറ്റിക് എനർജി. അതിന്റെ മീനിങ് എന്താ? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, നമ്മുടെ ഡിനോമിനേറ്ററിലുള്ളത് പ്രൊപ്പോർഷണൽ 1 ബൈ റൂട്ട് ഓഫ് കെ ഇ. ഇതിന്റെ ഏത് പ്രൊപ്പോർഷനാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുന്നത് ഇവിടെ ഇതാ, ലാംഡ എ കാണുന്നു, ലാംഡ എ ബൈ എന്താണ്? ലാംഡ ബി കാണുന്നു. അവിടെ നമ്മൾ എക്സ് എ ബൈ എക്സ് ബി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ലാംഡ എന്ന് കൊടുക്കുകയാണ്. വേവ്ലെങ്ത് അത് ലാംഡ എ എങ്ങനെ കാണും? ലാംഡ എ ഈസ് പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ. കാരണം ഇതിന്റെ ഏത് പ്രൊപ്പോർഷനാ? ഇൻവേഴ്സ്ലിയാ. ഇനി ഇതിന്റെ കൈനറ്റിക് എനർജി എവിടെ ആയിരുന്നു? നമ്മൾ മോളിൽ ചെയ്തു. റൂട്ട് ഓഫ് കെ ഇ, ഇവിടെ എന്ത് കൊടുത്തു? ബി, കൈനറ്റിക് എനർജി ഓഫ് ബി. കാരണം കറസ്പോണ്ടിങ് വേവ് ലെങ്തും കൈനറ്റിക് എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അവിടെ ഒറ്റ റൂട്ട് കൊടുക്കാം. എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ നമുക്കറിയാം. ഇതിന്റെ വാല്യൂ എത്ര? ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എത്രയാണ്? 1 ഈസ് ടു കെയോ, കെ ഈസ് ടു 1. അപ്പൊ കെ ബൈ 1. ക്വസ്റ്റ്യൻ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ലാംഡ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എക്സ് എന്ന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വാല്യൂ എത്ര എന്നുണ്ട്? കെ ബൈ 1 എന്നുണ്ട്. ഈക്വൽ ടു ഇവിടെ എന്താ? ഒറ്റ റൂട്ട്, റൂട്ട് ഓഫ് കെ കൈനറ്റിക് എനർജി ഓഫ് ബി ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് എന്താണ്? എ. റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്തു? സ്ക്വയർ, രണ്ട് സൈഡ് സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടും? കെ സ്ക്വയർ ബൈ 1 സ്ക്വയർ 1 ഈക്വൽ ടു ഇവിടെ റൂട്ട് മാറി കെ ഇ ബി ഡിവൈഡ് ബൈ എന്താണ്? കെ ഇ എ. ഇതിന്റെ മീനിങ് എന്താ? എയുടെ കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്ര? 1. അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ, കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കെ സ്ക്വയർ. നമുക്ക് വേണ്ട ടോട്ടൽ എനർജി അല്ലേ? ടോട്ടൽ എനർജി ഫസ്റ്റ്ലി ഇ എന്നുള്ള ഇ എ ഡിവൈഡ് ബൈ എന്താണ്? ഇ ബി ആ വേണ്ടത്. എന്താ ഇ എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് എ അല്ലേ? എന്താ ഇ ബി എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ബി.
വാല്യൂ കൊടുക്കുകയാണ്. യു എ വാല്യൂ എത്ര 1 പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് എ എത്ര അതും 1 ഡിവൈഡ് ബൈ യു ബി വാല്യൂ എത്ര k² പ്ലസ് അവിടെ കൈനറ്റിക് എനർജി ഓഫ് ബി എത്ര അതും എന്തിനാണ് k². അപ്പൊ ആൻസർ എത്ര കിട്ടി 2 ഡിവൈഡ് ബൈ എത്ര k², 2k². 2 ഉം 2 ഉം ക്യാൻസൽ. അപ്പൊ എത്ര കിട്ടും 1/k². അപ്പൊ ആൻസർ എത്ര 1:k². ഒരു ഓപ്ഷൻ നോക്കി 1:k². ഓപ്ഷൻ ബി. രണ്ടാം ക്വസ്റ്റ്യൻ. A particle is moving along with the x-axis such that its acceleration is proportional to displacement from equilibrium position and they are in the same direction. The displacement xt is given by. നമുക്ക് ഇവിടെ ചെയ്യണത് നമുക്ക് എന്താ എടുക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് വേണ്ടത്. 5 ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷന്റെയും നമ്മൾ ആക്സിലേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആക്സിലേഷൻ കാണുന്നത് 2 പ്രാവശ്യം ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ആദ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും, വീണ്ടും എടുക്കുമ്പോൾ എന്ത് കിട്ടും ആക്സിലേഷൻ കിട്ടും. നമുക്ക് ഓരോ ചെയ്ത് പോയാൽ പറ്റും, വേറെ മാർഗമില്ല. അപ്പൊ ഓപ്ഷൻ എ, ഞാൻ ഓപ്ഷൻ എ എടുക്കുകയാണ്. ഓപ്ഷൻ എ എന്താണ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി. ആദ്യം എന്താണ് വെലോസിറ്റി dx/dt. എളുപ്പമാണ് ഡെറിവേറ്റീവ്. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് എന്താ കിട്ടുന്നത് കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത് ഒമേഗ ടി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒമേഗ. അടുത്ത് ആക്സിലേഷൻ കാണുന്നു, എങ്ങനെ കാണും dv/dt. ഒമേഗ കോൺസ്റ്റന്റ് കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ ഒമേഗ ടി. അടുത്ത ഈ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് ഒമേഗ. അപ്പൊ എന്ത് കിട്ടും ആദ്യം മൈനസ് എഴുതി ഒമേഗ ഇൻറ്റു ഒമേഗ എന്തായി ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. എന്താ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പൊ എന്ത് കിട്ടി ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. പക്ഷെ ഇവിടെ ആക്സിലേഷൻ എക്സിന് പ്രൊപ്പോർഷണൽ ആണ്, പക്ഷെ സെയിം ഡയറക്ഷൻ അല്ല. കാരണം ഇവിടെ നെഗറ്റീവ് വന്നു. നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്സിലേഷൻ ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട് രണ്ടും ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആണ്, സെയിം ഡയറക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ സൈൻ പോസിറ്റീവ് വേണം, ഇവിടെ എക്സ് വേണം. എക്സ് ഉണ്ട് പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ് സൈൻ. അപ്പൊ ഇതല്ല ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ ബി. ബി എന്താ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. ആദ്യം വെലോസിറ്റി കാണുന്നു dx/dt ആണല്ലോ, dx/dt അറിയില്ല നമുക്കറിയാം dx/dt. ആദ്യം സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ കോസ് ഒമേഗ ടി, പിന്നെ എന്തുകൂടെ വരും ഒരു ഒമേഗ ഇവിടെ വരും ഒമേഗ. അടുത്ത് പ്ലസ് കോസ് ഒമേഗ ടി എന്താണ് മൈനസ് സൈൻ ഒമേഗ ടി, ഇവിടെ മൈനസ് ആയ മൈനസ് സൈൻ ഒമേഗ ടി, പിന്നെ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് ഒമേഗ. അടുത്ത ഒരിക്കലും ഡെറിവേറ്റീവ് എടുത്ത് എന്ത് കിട്ടും ആക്സിലേഷൻ. ഇവിടെ ഒമേഗ കോൺസ്റ്റന്റ് അത് ആദ്യം എഴുതി. അടുത്ത് എന്തായത് കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി. ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് ഒമേഗ മൈനസ് സൈൻ. ഇവിടെ ഒമേഗ ഉണ്ട്, ഒമേഗ ആദ്യം എഴുതി. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി, ഒമേഗ ടി ഡെറിവേറ്റീവ് ഒമേഗ. ഒന്ന് ഓർഡറിൽ എഴുതിയ ഇവിടെ എന്ത് വരും മൈനസ്, ഇവിടെ ഒമേഗന്റെ ഒമേഗ എന്തായി ഒമേഗ സ്ക്വയർ, ഇവിടെ എന്താ സൈൻ ഒമേഗ ടി, ഇവിടെ എന്തുണ്ട് മൈനസ് ഒമേഗന്റെ ഒമേഗ എന്തായി ഒമേഗ സ്ക്വയർ, പിന്നെ എന്താണ് കോസ് ഒമേഗ ടി. ഇവിടെ ഞാൻ മൈനസ് ഒമേഗ സ്ക്വയർ പുറത്തെടുത്ത് മൈനസ് ഒമേഗ സ്ക്വയർ പുറത്തെടുത്തു. ഇവിടെ ഈ മൈനസ് ഒമേഗ സ്ക്വയർ ഇത്രയും പോയി, ബാക്കി എന്താ ഉള്ളത് സൈൻ ഒമേഗ ടി. ഇനി ഈ മൈനസ് ഒമേഗ സ്ക്വയർ പുറത്തു പോയി, ബാക്കി എന്താണ് പ്ലസ് എന്താണ് കോസ് ഒമേഗ ടി. നിങ്ങൾക്ക് ഡൗട്ടോടെ ഇത് വീണ്ടും അകത്തേക്ക് നോക്കിയാൽ മതി. ഇത് ഇന്ത്യയും ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും, ഇത് തന്നെ കിട്ടും. ഇത് ഇതെന്താണ് എക്സ് അല്ലേ, അപ്പൊ എന്ത് കിട്ടും മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആക്സിലേഷൻ. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നു, അതുകൊണ്ട് ഇതുമല്ല ഓപ്ഷൻ ഡിയും അല്ല. അടുത്ത ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഒമേഗ ടി. അതിന്റെ വെലോസിറ്റി ഇതിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പൊ ഇ റേസ് ടു ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് ഇ റേസ് ടു ഒമേഗ ടി. ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ് ഒമേഗ. അടുത്ത ആക്സിലേഷൻ കാണും
ഇതിന്റെ ഡെറിവേറ്റീവ് ആദ്യം എന്ത് എഴുതി ഒമേഗ എഴുതി e raised to omega t ഡെറിവേറ്റീവ് e raised to omega t ഡെറിവേറ്റീവ് എന്താണ് ഒമേഗ ഓർഡറിൽ എഴുതിയ ഒമേഗ ഇൻറ്റു ഒമേഗ എന്തായി ഒമേഗ സ്ക്വയർ ഇവിടെ എന്താ e raised to omega t എന്താ e raised to omega t എന്ന് പറഞ്ഞാൽ x അപ്പൊ a is equal to ഇവിടെ എന്ത് കിട്ടി ഒമേഗ സ്ക്വയർ x എന്റെ മീനിങ് എന്താ എയും എക്സും ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആണ് സൈൻ പോസിറ്റീവ് ആൻഡ് സെയിം ഡയറക്ഷൻ ആണ് അപ്പം ഇതാണ് കറക്റ്റ് അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ A block of mass 1 kg is free to move along the x-axis. It is at rest from time t equals 0 onwards. It is subjected to a time-dependent force in the x direction. The force varies with the time as shown in the figure. Kinetic energy of the block at t equal to 4 seconds is. Kinetic energy കാണണം t equal to 4 seconds ആകുമ്പോൾ kinetic energy കാണണം. ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട് ശരി കൈനറ്റിക് എനർജി കാണണം അപ്പൊ എന്താ മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ഗ്രാഫ് ആണെന്ന് നോക്കാം ഏത് ഗ്രാഫാ ഫോഴ്സ് ടൈം ഗ്രാഫ് ഓർത്തിരിക്കുക ഫോഴ്സ് ടൈം ഗ്രാഫ് ഫോഴ്സ് ഇൻറ്റു ടൈം നമുക്ക് എന്താ കിട്ടുന്നത് ഇമ്പൾസ് ഓർത്തിരിക്കുക ഫോഴ്സ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ് അതായത് ഒരു ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും ഫസ്റ്റ് പോയിന്റ് ആണ് ഒരു ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ എന്താണ് ഏരിയ നമുക്ക് എന്ത് കിട്ടും ഇമ്പൾസ് കിട്ടും ഇനി ഇമ്പൾസ് ആർക്ക് ഈക്വലാ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വലാ ഇത് മറന്നുപോലെ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഓഫ് മോഷൻ പഠിക്കുന്നതാണ് 5ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ അപ്പൊ ഇവിടെ എത്രേ ഉള്ളൂ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഇമ്പൾസ് ആർക്ക് ഈക്വലാ ഈ എഫ് ടി ഗ്രാഫിന്റെ ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയക്ക് ഈക്വൽ ആണ് ശരി ഇവിടെ നമുക്ക് എത്ര ഏരിയ ഉണ്ടെന്ന് നോക്കാം ഇത് ഒന്നാമത്തെ ഏരിയ ഇത് രണ്ടാമത്തെ ഏരിയ ഇത് മൂന്നാമത്തെ ഏരിയ അപ്പൊ രണ്ട് കാണുന്നു ഏരിയ കാണുന്നു ഏരിയ എന്തിന് ഈക്വൽ ആണ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് അല്ലെങ്കിൽ ഇമ്പൾസ് ആണ് ഞാൻ ഒരു സ്റ്റെപ്പ് എഴുതാം ഇമ്പൾസ് അങ്ങനെ ഇമ്പൾസ് ഈക്വൽ ടു എന്താ ചേഞ്ച് ഇൻ മൊമെന്റം ഇമ്പൾസ് അങ്ങനെ കാണും ഫോഴ്സ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ചേഞ്ച് എന്താണ് മാസ് ഇൻറ്റു ചേഞ്ച് വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് അല്ല ഫൈനൽ വെലോസിറ്റി മൈനസ് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എത്ര 0 u0 അപ്പൊ എന്ത് കിട്ടി f ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു m ഇൻറ്റു v കാരണം എന്താ u0 അപ്പൊ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും ഇമ്പൾസ് കിട്ടും ആ ഇമ്പൾസ് ഏതിന് ഈക്വൽ ആണ് ഫൈനൽ മൊമെന്റത്തിന് ഈക്വൽ ആണ് എന്തുകൊണ്ട് ഇപ്പം ചേഞ്ച് വരാത്തത് കാരണം എന്തില്ല ഇപ്പം ഇനിഷ്യൽ മൊമെന്റ് 0 ആയിട്ട് പോയി അപ്പൊ ഫൈനൽ മൊമെന്റത്തിന് ഈക്വൽ ആണ് നമ്മുടെ ഏരിയ കാണുമ്പോൾ ആർക്ക് ഈക്വൽ ആയിരിക്കും m ഇൻറ്റു വിക്ക് ഈക്വൽ ആയിരിക്കും ശരി ഏരിയ കാണുന്നു അപ്പൊ ഏരിയ ആർക്ക് ഈക്വല എം വിക്ക് ഈക്വല ശരി ഏരിയ കാണുന്നു ഇതിന്റെ ഏരിയ കാണുന്നു ഹാഫ് ബി എച്ച് ഹാഫ് ബി ബേസ് ഇതാണ് 1 h ഹൈറ്റ് 2 പ്ലസ് രണ്ടാമത്തത് അതെന്തിനാ ട്രയാങ്കിൾ തന്നെ ഹാഫ് ബി ഇതാണ് ബി എന്ന് പറഞ്ഞത് അപ്പൊ എത്ര വരുന്ന 1 മുതൽ 3 വരെ 2 അപ്പൊ എത്ര ബേസ് 2 ഹൈറ്റ് എത്ര വരുന്നത് -2 പ്ലസ് അടുത്ത് വീണ്ടും എന്താ ഹാഫ് ബി അങ്ങനെ എന്താ ബി ഇത് 3 to 4 1 ഇൻറ്റു ഹൈറ്റ് എത്ര വരുന്നത് വീണ്ടും എത്രയാണ് 2 ഇതെവിടെ ഈ 2 ക്യാൻസൽ അപ്പൊ അവിടെ 1 മാത്രമുള്ള ഈ 2 ക്യാൻസൽ അപ്പൊ അവിടെ എന്തുണ്ട് -2 ഈ 2 ക്യാൻസൽ അവിടെ എന്തുണ്ട് +1 1 + 1 2 -2 എത്ര 0 അപ്പൊ എന്ത് കിട്ടി mv mass into final velocity is equal to 0 രണ്ടിന്റെ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് 0 പക്ഷെ നമുക്കറിയാം മാസ് ഒരിക്കലും 0 ആവൂല മാസ് എന്താവൂല 0 ആവൂല അപ്പൊ ആര് 0 ആവണം v 0 ആവണം കാരണം രണ്ട് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ മിനിമം ഏതെങ്കിലും ഒരു നമ്പറെങ്കിലും 0 ആവണം m 0 ആവൂല അപ്പൊ ആര് 0 ആണ് v 0 ആണ് v 0 ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് കൈനറ്റിക് എനർജി അല്ലേ ഹാഫ് mv സ്ക്വയർ ഹാഫ് m ഇൻറ്റു വിയുടെ എത്ര 0 ആൻസർ 0 ഇത് ഫൈനൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ ടൈം t ഈക്വൽ ടു 4 സെക്കൻഡ് അതാണ് ഫൈനൽ ഇനിഷ്യൽ എനർജി t ഈക്വൽ ടു 0 സെക്കൻഡ് അത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി അത് ഓൾറെഡി 0 ആണ് മൊമെന്റം ഇല്ല ഇത് ഫൈനൽ കൈനറ്റിക് എനർജി ചോദിച്ചോളൂ t ഈക്വൽ ടു 4 സെക്കൻഡ് അതാണ് ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു m ഇൻറ്റു ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ t ഈക്വൽ ടു 4 ആകുമ്പോൾ വെലോസിറ്റി ആണ് വിളിച്ചത് 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 0 അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കി
ഓപ്ഷൻ ഡി 0 ജൂൾ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ എ വയർ വിത്ത് ഡെൻസിറ്റി d, stress sigma. For the same density, if the stress increased by 2 times, the speed of transverse wave along the wire changes by. ഇവിടെ നമുക്ക് ഈ വെലോസിറ്റി കാണാൻ വേണ്ടി സ്ട്രെച്ച് സ്ട്രിങ് ആണെങ്കിൽ ഇതാണ് ഫോർമുല കേട്ടോ. വി ഗോ റൂട്ട് ഓഫ് ടി ബൈ എം എന്ന ടി ബൈ മ്യൂ എന്നാണ്. ടി ടെൻഷൻ ഫോഴ്സ്, മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡെൻസിറ്റി. ഇത് സ്ട്രെച്ചിൽ സ്ട്രിങ് ആണെങ്കിലാണ് കേട്ടോ. പക്ഷെ വേറൊരു ഫോർമുല ഉണ്ട്. ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്സിലാണ് പറയുന്നതെങ്കിൽ റൂട്ട് ഓഫ്, ഇവിടെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? സിഗ്മ ബൈ, അവിടെ എന്താ വരുന്നത്? സിഗ്മ ബൈ ഡെൻസിറ്റി. നമ്മള് ടെസ്റ്റ് പഠിക്കുന്നത് ഇ ബൈ ഡി റോ എന്നാ പഠിക്കുന്നത്. ടെക്സ്റ്റിൽ ഇ ബൈ റോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്നാണ് പഠിക്കുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഡിവൈഡ് ഡെൻസിറ്റി എന്നാണ്. ഇവിടെ ഈ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ ബൈ ഡി എന്ന് എഴുതാം. സ്ട്രെസ് ബൈ എന്താണ്? ഡെൻസിറ്റി. ശരി, അപ്പൊ ഇവിടെ ഫോർമുല ചെയ്തു റൂട്ട് ഓഫ് സിഗ്മ ബൈ ഡി. ക്വസ്റ്റ്യൻ എന്ത് പറയുന്നു? ക്വസ്റ്റ്യൻ അനുസരിച്ച് സ്ട്രെസ് 2 ടൈംസ് ആയെന്ന് പറയുന്നു. ഡെൻസിറ്റി വ്യത്യാസമല്ല, ഡെൻസിറ്റി കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, പറയുന്നുണ്ട് ഫോർ സെയിം ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി മാറ്റൂല, സ്ട്രെസ് എത്രയായി? 2 ടൈംസ് ആയി. അപ്പൊ പുതിയ വി ഡാഷ് വേറെ ഒന്നുമില്ല. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ നോക്കി, ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ ഏത് പ്രൊപ്പോർഷനാ? ഡയറക്റ്റ് പ്രൊപ്പോർഷനാ. വി ഈസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് സിഗ്മ അല്ലേ? അപ്പം പുതിയ എന്തായിരിക്കും? വി ഡാഷ് എന്തായിരിക്കും? വി ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഇപ്പോഴത്തെ സിഗ്മ എത്ര? 2 സിഗ്മ. എന്തുകൊണ്ടാ? സ്ട്രെസ് 2 ടൈംസ് ആയി. നേരത്തെ സിഗ്മ ആണെങ്കിൽ ഇപ്പൊ 2 ടൈംസ് ആണ്. 2 സിഗ്മ, റൂട്ട് ഓഫ് 2 സിഗ്മ. അപ്പൊ ഇങ്ങനെ എഴുതി വി ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് 2 ഇൻറ്റു എന്താണ്? റൂട്ട് സിഗ്മ. ഞാൻ റൂട്ട് 2 പേർക്ക് കൊടുത്തു അല്ലേ? വി ഡാഷ് എന്തായി? റൂട്ട് സിഗ്മ എന്ന് പറഞ്ഞ ആദ്യം ഉണ്ടായിരുന്നല്ലേ? വി ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ റൂട്ട് 2 ഇൻറ്റു എന്താണ്? വി. അതിന്റെ മീനിങ് എന്താ? എത്ര ടൈംസ് ആ കൂടുന്നത്? റൂട്ട് 2 ടൈംസ് കൂടുന്നു. എഴുതേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടാ. ഇതിന്റെ ഏത് പ്രൊപ്പോർഷൻ ആണ് മാത്രം നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മയാണ്. ഇവിടെ 2 ടൈംസ് വരും, ഇവിടെ 2 വരും. 2 എക്സ്ട്രാ എന്താ വന്നത്? റൂട്ട് 2 അല്ലേ വന്നത്? അപ്പൊ എത്ര ടൈംസ് കൂടും? റൂട്ട് 2 ടൈംസ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അല്ലെങ്കിൽ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രൊപ്പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഇവിടെ 2 വരുന്നു, അപ്പൊ റൂട്ട് ഓഫ് 2. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. 2 soap bubbles of radii 3 mm and 4 mm confined in vacuum. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 സോപ്പ് ബബിൾസ്, റേഡിയസ് പറയുന്നുണ്ട് 3 mm 4 mm, വാക്യൂം വെച്ച് എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. ഐസോ തെർമലിയാണ് കൂടിച്ചേരുന്നത്. എന്നിട്ട് എന്ത് കിട്ടി? ഒരു ന്യൂ ബബിൾ കിട്ടിയെന്ന് പറയുന്നു. ആ ന്യൂ ബബിളിന്റെ റേഡിയസ് വേണം. എളുപ്പമാണ്, 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇൻ ടേംസ് ഓഫ് ഓളിയത്തിൽ ചെയ്യാം. ഓളിയത്തിൽ ചെയ്യുകയാണെങ്കിൽ ഐസോൾ പ്രോസസ് ആയതുകൊണ്ട് അതിന്റെ കൂടെ പ്രഷർ കൊടുക്കേണ്ടി വരും കേട്ടോ. PVC കോൺസ്റ്റന്റ്, അപ്പം പ്രഷർ ഇൻറ്റു ഓളിയം ചെയ്യേണ്ടി വരും. അതും ചെയ്യാം, ആൻസർ കിട്ടും. പക്ഷെ വേറെ മെത്തേഡ് പറയാം, കുറച്ച് പെട്ടെന്ന് കിട്ടും. കാരണം ഇവിടെ നമുക്ക് റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ, എളുപ്പമാണ്. ഇവിടെ എന്താണ്? 2 ബബിൾസ് കൂടിച്ചേർന്ന് എന്ത് കിട്ടി? ഒരു ന്യൂ ബബിൾ കിട്ടിയേ. അതായത് ഈ 2 ബബിളിന്റെയും സർഫസ് ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ബബിളിന്റെ സർഫസ് ഏരിയ കിട്ടും. അപ്പൊ സർഫസ് ഏരിയ ഓഫ് എന്താണ്? ഏരിയ ഓഫ് ബബിൾ 1 പ്ലസ് ഏരിയ ഓഫ് ബബിൾ 2 ഗീവ്സ് എന്താണ്? ഏരിയ ഓഫ് ന്യൂ ബബിൾ എന്നൊരു സാധനം മാത്രം ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇതില് ഏരിയ എങ്ങനെ കാണുന്നത്? ബബിൾ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ അല്ലേ? അപ്പൊ സ്പിയറിന്റെ ഏരിയ സർഫസ് ഏരിയയുടെ ഫോം എന്താണ്? 4πr². നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ കറക്റ്റ് ആൻസർ ഇവിടെ ബബിൾ എന്നാ പറഞ്ഞത്. ബബിളിന് 2 സർഫസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് സർഫസിൽ 4πr², സെക്കൻഡ് സർഫസിൽ 4πr². അങ്ങനെ എത്രയുണ്ട്? 8πr² ഉണ്ട്. ബബിൾ ആണെങ്കിൽ വാക്യൂം എന്ന് പറഞ്ഞാൽ, ബബിൾ ഇൻ വാക്യൂം എന്ന് പറഞ്ഞാൽ 2 സർഫസ് ഉണ്ട്. അപ്പൊ ഏരിയ ഡബിൾ ആ. മറന്ന പോലെ ഏരിയ എന്താ? ഡബിൾ ആ. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി? 4πr² എടുത്താൽ മതി. അല്ലെങ്കിൽ ബബിൾ ഇൻസൈഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി? 4πr² എടുത്താൽ മതി. ബബിൾ എയറിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? 2 ടൈംസ് വരും. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്? 8πr1². ഇതിന്റെ റേഡിയസ് R1 തന്നിട്ടുണ്ട്. അടുത്ത് ഇതിന്റെ സർഫസ് ഏരിയ എന്താണ്? 8πr2² ഈക്വൽ ടു 8π. ഇതിന്റെ എന്തെടുക്കുകയാണ്? ഞാൻ R എടുക്കുകയാണ്. റേഡിയസ് R². 8 എന്ന് ഓർമ്മയുണ്ടല്ലോ, 2 സർഫസ് ഉള്ളതുകൊണ്ടാണ് 8 എന്ന്. 4πr² ആണ് ഇൻറ്റു 2.
അപ്പൊ എല്ലായിടത്തും എന്തുണ്ട് 8π ക്യാൻസൽ. നമുക്ക് ആർ സ്ക്വയർ, ആർ അല്ലേ വേണ്ടത്, ആർ സ്ക്വയർ ഈക്വൽ ടു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ. ആർ ഈക്വൽ റൂട്ട് ഓഫ് r1 സ്ക്വയർ പ്ലസ് എന്താണ് r2 സ്ക്വയർ. എളുപ്പമുള്ള നമ്പർ ആയിട്ടുള്ളത്. r1 എന്ന് പറഞ്ഞാൽ 3, അപ്പൊ 3യുടെ സ്ക്വയർ പ്ലസ് r2 എത്ര 4, 4ന്റെ സ്ക്വയർ. ഇത് 9, ഇത് 9, ഇത് 16, അപ്പൊ എത്ര കിട്ടി 25 റൂട്ട് എത്ര കിട്ടും 5 മില്ലിമീറ്റർ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞു. ഓൾ ഈ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. An oscillator circuit contains an inductor തന്നിട്ടുണ്ട് 0.05 H ആണ്. ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. A capacitor of capacity 80 μF മൈക്രോഫാരഡ്. C ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. When the maximum voltage through capacitor is 200 volt. മാക്സിമം വോൾട്ടേജ് ഉണ്ട്. കപ്പാസിറ്ററിലെ മാക്സിമം വോൾട്ടേജ് ആണ്. നമുക്ക് എന്ത് കാണണം, മാക്സിമം കറണ്ട് കാണണം. മാക്സിമം കറണ്ട് കാണണം. ഇന്നത്തെ സർക്യൂട്ട് കാണണം. വേറെ ഒന്നുമില്ല. അവിടെ നമ്മൾ കപ്പാസിറ്ററിന്റെ കേസ്, ഇൻഡക്ടറുടെയും കപ്പാസിറ്ററിന്റെ കേസാണ് പറയുന്നത് കേട്ടാ. കപ്പാസിറ്ററിലെ മാക്സിമം വോൾട്ടേജ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട്, എൽ ഉണ്ട് 0.05 H ഹെൻറി. അതുപോലെ സി ഉണ്ട് 80 μF. കൺവേർട്ട് ചെയ്യണം. 80 × 10⁻⁻6 ഫാരഡ്. മൈക്രോഫാരഡ് ഫാരഡ് ആക്കി. നമുക്ക് വേണ്ടത് കറണ്ടാണ് വേണ്ടത്. അപ്പൊ കറണ്ട് എങ്ങനെ കാണുന്നത്, നിങ്ങളെ ഫോർമുലാസ് ഓർത്തിരിക്കുക. എ സിയിലെ നമുക്ക് കറണ്ട് കാണുന്ന V/R ആണ്. ഇത് റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ, റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ. അല്ലെങ്കിൽ മാക്സിമം കറണ്ട് ആണെങ്കിൽ എന്ത് കൊടുക്കും, മാക്സിമം വോൾട്ടേജ് ബൈ കറണ്ട് ആണെങ്കിൽ V/R, മാക്സിമം കറണ്ട് ആണെങ്കിൽ മാക്സിമം വോൾട്ടേജ് ബൈ എന്താണ് റെസിസ്റ്റൻസ്. ഇനി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ VM ബൈ ഇവിടെ വരുന്നത് XL എന്ന് പറയും. XL ഇൻഡക്ടർ ആണെങ്കിൽ എന്താണ് VM ഡിവൈഡ് ബൈ XL. എങ്ങനെയാ XL എന്ന് പറഞ്ഞാൽ L ഒമേഗ. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ. അടുത്ത് ഇനി കപ്പാസിറ്റർ ആണെങ്കിൽ VM ബൈ XC കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇവിടെ വരുന്നത് ഇവിടെ LM അല്ലേ, ഇവിടെ VM ആണ്. അടുത്ത് VM ഡിവൈഡ് ബൈ XC എന്താണ് 1/C ഒമേഗ. 1/C ഒമേഗ. ഈ 1/C ഒമേഗ ഇത് മുകളിലോട്ട് പോകും കേട്ടോ. അപ്പൊ എന്ത് കിട്ടും, VM ഇൻറ്റു എന്താണ് C ഒമേഗ. ഇതാണ് ഫോർമുല. നമുക്ക് എന്താ വേണ്ടത്, കപ്പാസിറ്ററിന്റെ കേസാണ് വേണ്ട. അപ്പൊ ഇത് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന. ഇവിടെ എന്താ VM വന്നിട്ടുണ്ട്, എത്രയെന്ന് 200 വോൾട്ട്. നമുക്ക് എന്താ വേണ്ടത്, IM വേണം. എങ്ങനെയാ VM ഇൻറ്റു C ഒമേഗ. ഇതാണല്ലോ VM ഇൻറ്റു C ഒമേഗ. അവിടെ നോക്ക് VM ഉണ്ട്, C ഉണ്ട്, ഒമേഗ ഇല്ല. ഈ ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് വരുന്നത്, C എന്ന്. മാക്സിമം കണ്ടെന്നല്ലേ പറഞ്ഞ, മാക്സിമം കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് നടക്കുകയാണ്, റെസൊണൻസ് നടക്കുകയാണ്. റെസൊണൻസ് നടന്നാൽ ഒമേഗ എങ്ങനെ കാണും, 1/√LC. ഒമേഗ 1/√LC എങ്ങനെയാ വരുന്നത്. അതുകൊണ്ട് റെസൊണൻസ് നടക്കുമ്പോൾ എന്താ പ്രത്യേകത, റെസൊണൻസ് നടക്കുമ്പോൾ XL ഈക്വൽ ടു XC. XL എങ്ങനെ കാണും, എന്താ നടക്കുന്നത്, XL എങ്ങനെ കാണും, L ഒമേഗ. L ഒമേഗ ഈക്വൽ ടു ഇവിടെ എന്താണ് 1/C ഒമേഗ. XC എന്താ 1/C ഒമേഗ. ഇത് രണ്ട് ഈക്വൽ ആവും. ഇതവിടെ ഒമേഗ ഇങ്ങോട്ട്, L ഇങ്ങോട്ട്. അപ്പൊ എന്ത് കിട്ടും ഈ ഇക്വേഷൻ, ഒമേഗ ഇങ്ങോട്ട്, ഒമേഗന്റെ ഒമേഗ എന്തായി ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് 1/LC താഴേക്ക്. ഇവിടുന്ന് ഒമേഗ കണ്ടാലാണ് എന്ത് കിട്ടുന്നത് 1/√LC. ഇത് വേണ്ട, ജസ്റ്റ് അറിയാണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ റെസൊണൻസ് നടക്കുമ്പോൾ ഒമേഗയുടെ വില എത്ര 1/√LC. അപ്പൊ ഈ ഫോമിൽ എന്തായി VM ഇൻറ്റു C ഇൻറ്റു ഒമേഗയുടെ വില എത്ര 1/√LC. 1/√LC. നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം കേട്ടാ. എങ്ങനെ കളയുന്നത്, സിംപ്ലിഫൈ തരാം. അല്ലെങ്കിൽ ഈ വാല്യൂ കൊടുക്കാം, അല്ലെ സിംപ്ലിഫൈ ചെയ്യാം. VM ഇൻറ്റു ഇതെവിടെ, ഇതിനെങ്ങനെ ചെയ്താലോ C ഡിവൈഡ് ബൈ L⁻²/2 C⁻². അതല്ലേ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 1/2 എന്നല്ലേ. അപ്പോൾ ഇത് മോളിൽ പോകുമ്പോൾ എന്താവും, ഇവിടെ എന്തുണ്ട് C⁻² അല്ലേ. ഇത് മോളിൽ പോകുമ്പോൾ എന്തായി C⁻⁻1/2. അപ്പൊ എന്താ കിട്ടുന്നത് C⁻1 - 1/2 എന്ന് കിട്ടും 1/2. 1 ന്ന് 1/2 മൈനസ് ചെയ്യും കേട്ടാ. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കാം, ഈ C എങ്ങനെ എഴുതാം നമുക്ക്, ഈ C നമുക്ക് ഇങ്ങനെ എഴുതാം √C ഇൻറ്റു √C ഇൻറ്റു 1/√L ഇൻറ്റു √C. ഞാൻ റൂട്ട് രണ്ടു പേർക്കും
സെപ്പറേറ്റ് കൊടുത്തു, റൂട്ട് സി കട്ടായില്ലേ. അപ്പൊ എന്ത് കിട്ടും? വി എം, രണ്ടുപേർക്ക് റൂട്ടുണ്ട്, ഹോൾ റൂട്ട്, മോൾ എന്താണ് സി, താഴെ എന്താണ് എൽ. അത്രേ ഉള്ളൂ. അപ്പം ആൻസർ ഉണ്ട്. വി എം എത്ര? 200. റൂട്ട് ഓഫ് സിയുടെ വാല്യൂ എത്രയാണ്? 80 × 10⁻⁻6 ഡിവൈഡ് ബൈ എൽ എത്ര? 0.05. 0.05. നമ്മളെ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ പുറത്തുള്ളത് 200 ഇൻറ്റു, ഇനി അവിടെ സ്ക്വയർ റൂട്ടാണ്. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതണം. ഇത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് നോക്കുക. ഇനി ഇപ്പൊ 5 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ 5 വെച്ച് കട്ട് ചെയ്യുന്ന വിചാരിക്കുക. 5 വെച്ച് കട്ട് ചെയ്ത് ഇവിടെ എത്ര വരുന്ന? 16. 5 വെച്ചാണെങ്കിൽ ഇവിടെ 5 വെച്ചല്ല, 2 പോയിന്റ് അങ്ങോട്ടില്ലേ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 2 0 കൊടുക്കുക, 1600. നിങ്ങൾ കട്ട് നോക്കുക. 5 വെച്ച് കട്ട് ചെയ്യുക, എന്നിട്ടാണെങ്കിൽ 0.04 ആവുമ്പോൾ 2 0 എക്സ്ട്രാ കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 1600. ഇത്രയും കട്ട് ചെയ്യുമ്പോൾ 1600 ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 2 0 കൊടുത്താലും മതി. അപ്പൊ ഇവിടെ എത്ര? 8000/5 എന്ന് കിട്ടും. 8000/5 എന്ന് പറഞ്ഞാൽ 1600. അപ്പൊ 1600 ആയേ. 1600. ഈ 1600 പുറത്ത് വരുമ്പോ റൂട്ട് ഓഫ് 1600 എന്ന് പറഞ്ഞാൽ 40 ആണ്. അവിടെ 16ന്റെ റൂട്ട് 4, 2 0 1 0 പുറത്തു വന്നു. അപ്പൊ എത്രയായി? 40. അടുത്ത് ബാക്കി റൂട്ട് ഓഫ്, ബാക്കി എന്താണ്? റൂട്ട് ഓഫ് 10⁻⁻6 അല്ലേ. അത് പുറത്തു വരുമ്പോ എന്താവും? പകുതിയാവും. 10⁻⁻3. 10⁻⁻ എന്താണ്? 3. ആ റൂട്ടിന് പുറത്തു വരുമ്പോ എന്താവും? ഇതിന്റെ പകുതിയായി മാറും. അപ്പൊ ഇൻറ്റു 10⁻⁻3. അപ്പൊ ആൻസർ കിട്ടുന്നത് ഇവിടെ എത്ര? 8 ആയി. 8 ബാക്കി എന്താ? 8000 × 10⁻⁻3. ഇതിനെങ്ങനെ ആയിക്കൂടി? 8 × 10⁻3 × 10⁻⁻3 ഉണ്ടാ 1000 അല്ലേ. 10⁻3 10⁻⁻3. അപ്പൊ ഇത് കട്ടായി. ആൻസർ 8. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കേട്ടാ, ഞാൻ മനസ്സിലാകാൻ വേണ്ടി എല്ലാം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആൻസർ 8 ആണ്. 8 ആംപിയർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The displacement y of a particle is given by y തന്നിട്ടുണ്ട്. This expression may be considered to be the result of superposition of how many simple harmonic motions. y തന്നിട്ടുണ്ട്. അതില് എത്ര വേവ്സ് ചേർന്നാണ് ഈ വാല്യൂ കിട്ടിയെന്ന് പറയണം. അതായത് ഇവിടെ ഈ പാർട്ടിൽ ഫോം ചെയ്തെന്ന് പറയണം. ഈ വേവ് ഫോം ചെയ്തെന്ന് പറയണം. അപ്പൊ എന്താ ഉള്ളത് അവിടെ? y is equal to 4 cos square t/2 sin. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം കോസിന്റെയോ സൈന്റെയോ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ടേം ബൈ ടേം ആക്കണം. അത് എത്ര ടേം ഉണ്ടെന്ന് നോക്കാം, എത്ര സൈൻ ടേം ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ആദ്യം ഇത് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും നോക്കിക്കോ. ഫസ്റ്റ് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെയാണ് മാറ്റുന്നത്. നമുക്ക് സ്ക്വയർ ടൈം ഒന്നുമില്ല. സൈൻ വേവ് ഓർ കോസ് വേവ് ആണ്, കൊസൈൻ വേവ് ആണ്. അപ്പൊ നമ്മൾ എന്താകുന്നു? ഫസ്റ്റ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല പഠിച്ചുകൊണ്ട്? 1 + cos 2x ഡിവൈഡ് ബൈ എത്ര? 2. ഇതാണ് ഫോർമുല. ഇത് ഇവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടാം? ഇവിടെ എന്താണ്? കോസ് സ്ക്വയർ t/2 അല്ലേ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? t/2 ഉള്ളത്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1 + cos 2 × x അല്ലേ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? t/2. അപ്പൊ 2 × എന്താണ്? t/2 ഡിവൈഡ് ബൈ എന്താ? 2. അപ്പൊ എന്ത് കിട്ടും? 1 + ഈ 2 ക്യാൻസൽ. അപ്പൊ എന്ത് കിട്ടി? cos t ഡിവൈഡ് ബൈ എത്ര? 2. അപ്പം ഇത് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? y is equal to 4. ബാക്കി എന്തായിട്ട് ഇതിന്റെ ആൻസർ എത്രയാണ്? 1 + cos t ഡിവൈഡ് ബൈ എത്ര? 2. പിന്നെന്തുണ്ട്? sin 1000t. ഈ 2 ഇതും ക്യാൻസൽ ഇവിടെ എന്ത് കിട്ടും? 2. ഇനി അടുത്ത് നോക്കിയോ. അടുത്ത് ചെയ്യുന്നത് ഞാൻ ബ്രാക്കറ്റ് മാറ്റിയിടും. ഇവിടെ ഇതുകൊണ്ട് ഇൻഡ് ചെയ്യുന്നു, ഇതുകൊണ്ട് ഇൻഡ് ചെയ്യുന്നു. 2 × 1 ഇവിടെ എത്ര? 2. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇൻഡ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും? 2. 2 × 1 2. ആ 2 × എന്താണ്? sin 1000t പ്ലസ് ഇതാണ് പ്ലസ്. അടുത്ത് 2 × ഇവിടെ എന്താണ്? cos t. ബാക്കി ഇതാകത്ത് വരുമ്പോൾ എന്ത് കിട്ടും? sin 1000t കേട്ടാ. അപ്പൊ ഇത് ഇങ്ങനെ എൻഡ് ചെയ്യുന്നു, ഇത് ഇങ്ങനെ എൻഡ് ചെയ്യുന്നു. എല്ലാം ബ്രാക്കറ്റ് മാറ്റിയിടും. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യണം. സൈൻ്റെ എല്ലാ സൈൻ ഫോം ആകണം. അതിന് പഠിച്ചുകൊണ്ട് എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാ പഠിച്ച 2
sin A cos B. Sin A cos B equal to sin A plus B plus sin A minus B. ട്രിഗണോമെട്രി പഠിക്കുന്ന ഫോർമുല. ഇവിടെ ഇതാണ് കോസ് ബി എന്ന് പറഞ്ഞാൽ, ഇത് കോസ് ബി, ഇതെന്താണ് സൈൻ എ. ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ മാറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കിട്ടി? y is equal to 2 sin 1000t പ്ലസ് എന്താ ഫോർമുല? sin a plus b, sin a plus b. അപ്പൊ a എന്താ കിട്ടുന്നത്? a എന്ന് പറഞ്ഞാൽ 1000t പ്ലസ് b എന്താണ് t. അപ്പൊ എത്ര കിട്ടും? 1090 എന്ന് കിട്ടും. പ്ലസ് എന്താണ് sin a മൈനസ് b. a എത്ര? 1000t എന്ന് b എത്ര? t മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? sin 999t എന്ന് കിട്ടി. ഇപ്പൊ എന്തായി? എല്ലാ സൈനിലേക്ക് കൺവേർട്ട് ആയി. അങ്ങനെ എത്ര സൈൻ വേവ് ഉണ്ട്? 1 2 3. അപ്പം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വേവ് എന്ന് പറഞ്ഞാൽ 3 വേവ്സ് കൂടി ചേരുന്നതാണ്. അപ്പൊ ആൻസർ എന്താണ്? 3. ആൻസർ 3. ആൻസർ 3 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. A cylindrical tube open at both ends has a funnel frequency n. If one of the end is closed, funnel frequency will become. ഇവിടെ ഫ്രീക്വൻസി n കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ന്യൂ എന്നാ കൊടുക്കുന്നത്. ശരി, ഞാൻ n എന്ന് കൊടുക്കാം. n. ഓപ്പൺ ട്യൂബ് ആണെങ്കിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഓപ്പൺ ട്യൂബ് ആണ് കിട്ടുന്നത് v/2l ആണ്. v/2l എന്തായെന്ന് പറഞ്ഞു? ഒരു എൻഡ് ക്ലോസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഓപ്പൺ ട്യൂബ് ആണ്. ഇത് ഓപ്പൺ ട്യൂബ്, ഓപ്പൺ പൈപ്പ് അല്ലെ ഓപ്പൺ ട്യൂബ്. ക്ലോസ്ഡ് ആകുമ്പോൾ ഇക്വേഷൻ ആയി മാറും v/4l. ഇത് ക്ലോസ്ഡ് പൈപ്പിന് n ഡാഷ് കൊടുക്കാം. ഇതെന്താണ്? ക്ലോസ്ഡ് പൈപ്പ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്ര ടൈപ്സ് ആവുന്നതാണ്? ഇതെവിടെ ഉണ്ട്? ആൻസർ ആയി. ഈ n ഡാഷ് ഇങ്ങനെ കേട്ടാ v/4l എന്ത് 2x2 എന്ന് കേട്ടാ 2x2l. ഇതെന്താ? ക്ലോസ്ഡ് പൈപ്പിന്റെ ഫ്രീക്വൻസി അല്ലേ? അപ്പൊ n ഡാഷ് ഈക്വൽ ടു ഇതെന്താണ്? n. ഇതാണ് n ഡിവൈഡ് ബൈ എന്താണ്? 2. അപ്പം ഫ്രീക്വൻസി എന്താവും? പകുതിയാവും. അല്ലെങ്കിലും ഇത് അര അല്ലേ? അര. 1/2 എന്ന് പറഞ്ഞ അര. 1/4 എന്താണ്? കാല്. അപ്പം അരയുടെ പകുതിയല്ലേ കാൽ ഭാഗം എന്ന് പറഞ്ഞ അവിടെ വെച്ചിട്ട് പറയാം എന്താണ്? പകുതിയാവും. 1/2 n/2 എന്നുണ്ട് പറയാം. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. A uniform bar of mass m is supported by a pivot at its top about which the bar can swing like a pendulum. If a force F is applied perpendicular to the lower end of the bar as shown in the figure, what is the value of F in order to hold the bar in equilibrium at an angle theta from the vertical? അത് വേറൊന്നുമില്ല, ഒരു പടത്തിൽ പറയുന്നുണ്ട്. ഒരു പടത്തില് നമ്മളൊരു യൂണിഫോം ബാർ, അതിന്റെ മാസ് m എന്ന് പറയുന്നു, അത് ടോപ്പിൽ നമ്മൾ എന്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ചരിച്ചാണ്. ഇതെങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് ഇവിടെ, ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. ചരിച്ചാളത് എത്ര ആംഗിൾ ചരിച്ചാളത്? തീറ്റ ആംഗിൾ. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞ് എന്ത് ചെയ്യും? ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. ഒരു എഫ് ഫോഴ്സ് പെർപെൻഡിക്കുലർ അപ്ലൈ ചെയ്യുന്നു. എവിടെ അപ്ലൈ ചെയ്യുന്നു? ലോവർ എൻഡ് ഓഫ് ദ ബാർ. അപ്പൊ ഇവിടെ ഇതാണ് ലോവർ എൻഡ്. ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, പെർപെൻഡിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യണം? ഈ ബാറിനെ ഇക്വിലിബ്രിയത്തിൽ ഹോൾഡ് ചെയ്യണം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ 2 കേസാണ്. ഒന്ന് ട്രാൻസ്ലേറ്റീവ് മോഷനാണ്, നെറ്റ് ഫോഴ്സ് 0 ആവണം. ഇവിടെ ഇങ്ങനെ ഓസിലേഷൻ ആയിട്ട്, അതായത് റൊട്ടേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ സ്വിങ് ചെയ്യുന്നത്, റൊട്ടേഷൻ ആയതുകൊണ്ട് നെറ്റ് ടോർക്ക് എന്താവണം? 0 ആണ്. അപ്പം നെറ്റ് ടോർക്ക് 0 ആവണം, എങ്കിലാണ് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. അപ്പൊ നെറ്റ് ടോർക്ക് 0 ആകുമ്പോഴുള്ള ഫോഴ്സ് എത്ര, ഫോഴ്സിന്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഫോഴ്സിന്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി, അപ്പൊ ഞാൻ എടുക്കുന്നു, ഇവിടെ OA എന്ന് കൊടുക്കാം. ഇത് സെന്റർ ആണ് കേട്ടാ. ഞാൻ C എന്ന് കൊടുക്കുകയാണ്. C എന്ന് കൊടുത്തു. ടോട്ടൽ ലെന്ത് L എന്ന് എടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടി ഞാൻ L എന്ന് എടുക്കുക. അപ്പൊ ടോട്ടൽ ലെന്ത് എത്ര? OA എത്ര എന്ന് എടുക്കുന്നു? L. അങ്ങനെയാണെങ്കിൽ OC എത്ര? L/2 സെന്റർ ആയതുകൊണ്ട്. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി സ്മോൾ L ആണ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനില് L ഇല്ല. ശരി, ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ കൊടുക്കുകയാണ്. ഇനി നോക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഫോർ ഇക്വിലിബ്രിയം
ഇക്വിലിബ്രിയം എന്താ കണ്ടീഷൻ? നെറ്റ് ടോർക്ക് എന്താവണം? 0 ആവണം. ശരി, ടോർക്ക് എങ്ങനെ ജനറൽ ആയിട്ട് കാണുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. അതാണ് ജനറൽ ഫോർമുല എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? യഥാർത്ഥത്തിൽ നമ്മൾ ഓടുന്ന ഫോഴ്സ് മാത്രമല്ല, വേറൊരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും. ഇതിന്റെ വെയിറ്റ് എവിടെയാ? സെൻട്രോ മാസിലുള്ള ടോട്ടൽ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട്. അതെത്ര? mg. ഇത് തീറ്റ ആയിട്ട് ഇതും തീറ്റ ആയിരിക്കും, രണ്ടും ഒരുപോലെ. ഇത് രണ്ട് വെർട്ടിക്കൽ അല്ലേ? തീറ്റ. mg താഴോട്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് ഇത് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇത് രണ്ട് കമ്പോണൻസ് കാണുമല്ലോ. ഒന്ന് ഇങ്ങനെ പോകുന്നത്, ഒന്ന് ഇങ്ങനെ പോകുന്നത്. ഒന്ന് എന്താണ്? ഹൊറിസോണ്ടലി, ഒന്ന് വെർട്ടിക്കലി. തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ കമ്പോണന്റ്. അപ്പൊ mg കോസ് തീറ്റ. അപ്പൊ ഇതെന്താണ്? mg സൈൻ തീറ്റ. ഇത് റൊട്ടേഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ കമ്പോണന്റ് മാത്രമാണ് അത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് ഇവിടെ എഫക്റ്റീവ് ആണെങ്കിൽ ഈ സാധനം എങ്ങോട്ട് മൂവ് ചെയ്യണം? താഴോട്ട് മൂവ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്? ഇത് എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്? അപ്പൊ എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ, അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ്, അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, തിരിച്ചു വരാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഏത് രണ്ട് ഫോഴ്സ് മാത്രം എടുത്താൽ മതി? ഈ രണ്ട് ഫോഴ്സ് മാത്രം എടുത്താൽ മതി. ഈ ഫോഴ്സിന്റെ ആവശ്യമില്ല. ഇത് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ആ രണ്ട് ഫോഴ്സ് മാത്രം എടുക്കുകയാണ്. ഫോഴ്സിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ടോർക്ക് ആവാം. എന്താ ഫോഴ്സിനെ ടോർക്ക് ആക്കാം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. അപ്പം ഇതല്ലേ ഫോഴ്സ്? ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഡിസ്റ്റൻസ്. അപ്പൊ എന്താ വരുന്നത്? ഫസ്റ്റ് OC ഇൻറ്റു എന്താണ്? mg സൈൻ തീറ്റ. സൈൻ കൊടുക്കാണ്ട് ഞാൻ പറയാം. അടുത്ത ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സസ്പെൻഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കേട്ടാ. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് C, സസ്പെൻഷൻ പോയിന്റ് O, അതുകൊണ്ട് OC. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് A, അതുകൊണ്ട് എയിൽ നിന്ന് ഓയിലേക്ക് OA. അപ്പൊ അവിടെ എന്ത് വരും? OA ഇൻറ്റു എന്താണ്? OA ഇൻറ്റു F. ഇനി സൈന് ഓർത്തിരിക്കുക. അടുത്തൊന്നും അറിയേണ്ടത്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നോക്കി. ശരി, അപ്പൊ ഈ രണ്ട് ഫോഴ്സില് രണ്ട് പോയിന്റ് ഉണ്ട്, O A ഉണ്ട്. രണ്ട് ഫോഴ്സിൽ ഏതാണ് ക്ലോക്ക് വൈസ്, ഏതാണ് ആന്റി ക്ലോക്ക് വൈസ് പറയണം. അപ്പൊ നോക്കി, അത് എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കണേ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടാ. ഈ ഫോഴ്സ് കാരണം ഈ ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇത് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോഴ്സ് ഫുൾ ആയിട്ട് ആക്ട് ചെയ്തത് ഇങ്ങനെ മൂവ് ചെയ്യും. ഇതാ റൊട്ടേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ റൊട്ടേഷൻ ഇങ്ങനെയല്ലേ? അപ്പൊ ഇതിന്റെ റൊട്ടേഷൻ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് റൊട്ടേഷൻ. ഇതെല്ലാം റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങുന്നു. ഓപ്പോസിറ്റ് ആണ്, ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ്. പോസിറ്റീവ് ആന്റി ക്ലോക്ക് വൈസ്. ഇനി ഇതിന്റെ കേസ് ശ്രദ്ധിച്ച് എങ്കിലേ മനസ്സിലാവും. ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, ഇതെന്ത് ചെയ്യും? ഇങ്ങോട്ടല്ലേ ഓസിലേറ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യണേ. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യണേ. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ. അപ്പൊ എന്താ? ഇതല്ലേ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെന്താണ്? ക്ലോക്ക് വൈസ്. അപ്പൊ എന്താണ്? നെഗറ്റീവ്. അപ്പോൾ ഈ ഫോഴ്സ് നെഗറ്റീവ്. ഇവിടെ എന്ത് കൊടുത്തു? നെഗറ്റീവ്. ഈ ഫോഴ്സ് ക്ലോക്ക് വൈസ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ്. നെറ്റ് ടോർക്ക് എത്രയാണോ? 0 ആണ്. ആൻസർ ആയി. ഈ ടേം അടുത്ത ടേമിൽ വാല്യൂ കൊടുക്കുന്നു. മൈനസ് OC എത്ര? L/2 ഇൻറ്റു mg സൈൻ തീറ്റ പ്ലസ് OA എത്ര? L ഇൻറ്റു F. ഇത് ഇൻറ്റു ആട്ടാ, ക്രോസ് പ്രോഡക്റ്റ് ഒന്നും അല്ല. സൈൻ തീറ്റ കൊടുത്തിട്ട് കാരണം എന്താ? പെർപെൻഡിക്കുലർ കമ്പോണന്റ് എടുത്തത്. അപ്പൊ സൈൻ 90 1 ആയിട്ട് പോകും. ഇത് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്തായി? പോസിറ്റീവ് ആയി. ഇവിടെ എന്താ ഉള്ളൂ? L ഇൻറ്റു F ഈക്വൽ ടു, അല്ലെങ്കിൽ ഞാൻ LF എന്ന് എഴുതാം. LF മതി. ഇൻറ്റു എന്താണ്? LF. ഈ മൈനസ് അപ്പുറത്തും പ്ലസ് ആയില്ലേ? ബാക്കി എന്താ ഉള്ളത്? L/2. പിന്നെ എന്തുണ്ട്? mg സൈൻ തീറ്റ. രണ്ടിടത്ത് L ക്യാൻസൽ. അപ്പൊ F ഈക്വൽ ടു മുകളിൽ എന്താ ഉള്ളത്? mg സൈൻ തീറ്റ ഡിവൈഡ് ബൈ എന്താണ്? 2. ഇനി ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. mg സൈൻ തീറ്റ ബൈ 2. ഓപ്ഷൻ ഡി. അപ്പൊ ആ സൈൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ. The dimensions of epsilon 0 permitted a free space is. നമ്മൾ പഠിക്കുന്നതാണ്, കാണാൻ അറിയാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തിനും കണ്ടുപിടിക്കണം. F is equal to 1/4 pi epsilon 0 Q1 Q2 by
ആർ സ്ക്വയർ. ഇതിൽ എപ്സിലോൺ 0 അല്ലേ വേണ്ടത്? എപ്സിലോൺ 0 ഇങ്ങോട്ട്, എഫ് ഇങ്ങോട്ട്. അപ്പൊ എന്ത് കിട്ടി? എപ്സിലോൺ 0 ഈക്വൽ ടു 1/4 പൈ എഫ് Q1 Q2 ബൈ ആർ സ്ക്വയർ. ഡയമെൻഷൻ അല്ലേ വേണ്ടത്? 1 നമ്പർ, ഡയമെൻഷൻ ഇല്ല. ഇനി മുകളിൽ എന്തുണ്ട്? Q ചാർജ്, ഡയമെൻഷൻ IT ഓർ 80. നമ്മളെ ഓപ്ഷനിൽ എ ആണ് ഐ ഉള്ളത്, എ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? 80 കേട്ടാ. അങ്ങനെ കറണ്ടിന് ഐ എന്ന് കൊടുക്കാറുണ്ട്, എ എന്ന് കൊടുക്കാറുണ്ട്, ആംപിയർ എന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ 80 ഇതുകൊണ്ടാണ് 80 ചാർജ്. ഡിവൈഡ് ബൈ 4 നമ്പർ, ഡയമെൻഷൻ ഇല്ല. പൈ 3.14 കോൺസ്റ്റന്റ്, ഡയമെൻഷൻ ഇല്ല. എഫ് ഫോഴ്സ്, ഡയമെൻഷൻ ഉണ്ട്. MLT⁻². ഡിസ്റ്റൻസ് സ്ക്വയർ, ഡയമെൻഷൻ ഉണ്ട്. L സ്ക്വയർ. അപ്പൊ എന്താ? ഒരു ML ഉള്ളൂ. ഈ എം മോളിലോട്ട് പോയേ, M⁻⁻1. ഇനി L ഇൻറ്റു L സ്ക്വയർ. അപ്പൊ എന്തായി? L ക്യൂബായി. L ഇൻറ്റു L സ്ക്വയർ L ക്യൂബായ. ഈ L ക്യൂബ് മുകളിലോട്ട് പോയി. അപ്പൊ എന്ത് വരും? -LQ -3. ഇവിടെ L ഇൻറ്റു L ക്യൂബായി, മുകളിൽ എന്തായി? L⁻3. ഈ ടിയുടെ കേസ് ഇവിടെ ടി എന്തായി? T സ്ക്വയർ ആയി. അപ്പൊ ഇവിടെ T സ്ക്വയർ ഉണ്ട്. ഇനി T⁻2 മോളിൽ പോയി. അപ്പൊ എന്താ? +2 ആവും. ഇത് മോളിൽ പോകുമ്പോൾ എന്തായി? +2 ആയി. അപ്പൊ എന്താ? T⁻4. A ഇൻറ്റു A എന്താണ്? A സ്ക്വയർ. ഇൻ ടേംസ് ഓഫ് I ആണ്, I സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കാം. M⁻1 L⁻3 T⁻4 A സ്ക്വയർ. ഓപ്ഷൻ ഇ.